കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സഹായം വൈകുന്നതിന് സംസ്ഥാന സർക്കാരിനെ പഴിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്ത് വന്നിരുന്നു. വയനാട് എംപിയും കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക ഗാന്ധി അമിത്ഷായെ നേരിട്ട് കണ്ട് നേരത്തെ നിവേദനം സമർപ്പിച്ചിരുന്നു. സംസ്ഥാനത്തിന്റെ കെടുകാര്യസ്ഥതയാണ് സഹായം വൈകുന്നതിന് കാരണമായതെന്നാണ് അമിത്ഷാ ആരോപിച്ചത്. ദുരന്തത്തിൽ കേരളത്തിന്റെ വിശദ നിവേദനം ഏറെ വൈകിയാണ് ലഭിച്ചതെന്നും വിശകലന റിപ്പോർട്ട് നൽകുന്നതിൽ കേരളം വലിയ കാലതാമസം വരുത്തിയെന്നും അമിത്ഷാ വ്യക്തമാക്കി. ദുരന്തമുണ്ടായ സമയത്ത് കേന്ദ്രം എല്ലാ സഹായങ്ങളും നൽകിയിരുന്നുവെന്നും മുഖ്യമന്ത്രിയുമായി നിരന്തരം സംസാരിക്കുകയും ചെയ്തിരുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു. കേരളത്തിന് ഉചിതമായ സഹായം തന്നെ നൽകുമെന്നും അമിത്ഷാ പറഞ്ഞു. ഇപ്പോഴിതാ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കണക്കുകൾ ശരിയല്ലെന്നും അതോറിറ്റിയിൽ ഓഡിറ്റിംഗ് നടക്കുന്നുണ്ടോ എന്നും കോടതി ചോദിച്ചു. ശരിയായ രീതിയിൽ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നില്ലെന്ന് ഹൈക്കോടതി വിമർശിക്കുകയും ആരെയാണ് വിഡ്ഢികളാക്കാൻ നോക്കുന്നതെന്നും കോടതി ചോദിച്ചു. ഓഡിറ്റിംഗിൽ അതൃപ്തി രേഖപ്പെടുത്തിയ കോടതി ഓഡിറ്റിംഗ് പോലും കൃത്യമല്ലല്ലോ എന്ന് സർക്കാരിനോട് ചോദിച്ചു. എന്നാൽ വ്യക്തത വരുത്താമെന്ന് സർക്കാർ മറുപടി നൽകുകയും ചെയ്തു. കണക്കുകൾ കൈവശമില്ലാത്തതുകൊണ്ടാണ് കേന്ദ്ര സഹായം തേടി വരുന്നതെന്നും കോടതി പറഞ്ഞു. കേന്ദ്ര സർക്കാർ നൽകുന്ന കണക്കുകൾ കൃത്യമായിരിക്കുമെന്നും കേന്ദ്രത്തോട് സഹായം ആവശ്യപ്പെടുമ്പോൾ കൃത്യമായ കണക്ക് വേണമെന്നും സംസ്ഥാനത്തോട് ഹൈക്കോടതി പറഞ്ഞു. ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക ചിലവഴിക്കാൻ കേന്ദ്രം ഉപാധി വയ്ക്കുകയും അതുപ്രകാരം സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലെ തുക ചെലവഴിക്കാൻ സാങ്കേതിക തടസ്സമുണ്ടെന്ന് സംസ്ഥാനം വ്യക്തമാക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് കോടതി കർശന നിലപാടുകൾ എടുത്തത്. ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനെതിരെ ശബ്ദമുണ്ടാക്കിയതിനെ തുടർന്ന് പ്രതിസന്ധിയിലായിരിക്കുകയാണ് സർക്കാർ. അതിനാൽ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കിൽ വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലാണ് കേരള സർക്കാർ. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.